നിങ്ങൾ മണാലിക്ക് പോകാനിരിക്കുന്നവരാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഞങ്ങൾ മണാലിക്ക് പോകാൻ കയറിയ ബസ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. ഈ ഒരു റെസ്റ്റോറൻ്റാണ് പാർട്ടി ഹോൾ ബാങ്ക്വറ്റ് ഹോൾ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഫുഡിന് ഭയങ്കര റേറ്റാണ്. ഒരു പൊറോട്ടയ്ക്കൊക്കെ 100 രൂപയാണ് അവിടെ ചാർജ്. അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചായ മാത്രം വാങ്ങി കുടിച്ചു. അവിടുത്തെ ചായയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. അതും ഒരു കാശിനും കൊള്ളാത്തൊരു ചായ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പൈസ പേ ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചായയുടെ പൈസ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല, ഔട്ട്സൈഡ് ഫുഡൊക്കെ കഴിക്കുന്നതിന് ഒരാൾ 50 രൂപ വെച്ച് പേ ചെയ്യണമെന്ന്. ഞങ്ങൾ ഓൾറെഡി ചായ വാങ്ങിച്ചതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരില്ല എന്ന്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചടി. പിന്നെ അവർ പൈസ തരാതെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഡിലീറ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞു വലിയ ഇഷ്യൂ ആയി. അവസാനം ബസ് എടുത്തു. പിന്നെ ഞങ്ങൾക്ക് വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ട് ഒരു 200 രൂപ കൊടുത്ത് ഞങ്ങൾ പോയി. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മണാലിക്ക് പോകുന്നവരാണെങ്കിൽ ബസ്സുകാർ എന്തായാലും ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തും. മാക്സിമം നിങ്ങൾ അവിടുന്ന് കഴിക്കാതിരിക്കുക. കാരണം അവിടുത്തെ ഫുഡിനൊക്കെ നല്ല റേറ്റാണ്. നിങ്ങളിനി പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ ബസ്സിലിരുന്ന് തന്നെ കഴിക്കുക. ഇത് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നും അവിടെ ഇരുന്ന് കഴിക്കാൻ പാടില്ല. കാരണം അവർ അതിന് പൈസ വാങ്ങും. ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ബസ്സുകാരും ഈ റെസ്റ്റോറൻറ്റിലെ ആൾക്കാരും തമ്മിലൊരു കമ്മീഷൻ സെറ്റപ്പാണ്. സോ എല്ലാവരും ഇത് ശ്രദ്ധിക്കുക.